നമുക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നു, അത് ചെലവാക്കുന്നു, ബാക്കിയുള്ള പൈസ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ മേടിക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ മാസം മുഴുവൻ പണിയെടുത്തിട്ട് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കുന്നു, വീണ്ടും അതേ കാർഡ് കൊണ്ട് നമ്മൾ മേടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറയാം. നമ്മൾ പറയില്ലേ, ബില്ല് അടച്ചു കഴിഞ്ഞാൽ ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേക്കും ശമ്പളം മുഴുവൻ തീർന്നു, പിന്നത്തെ ഒരു 15 ദിവസം ക്രെഡിറ്റ് കാർഡുമാണ് ഓടുന്നത്. ആ 15 ദിവസത്തെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കലാണ് അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ പരിപാടി. ലോകത്തെ ഏതൊരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാലും അവന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുക എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യത്തിന് പൈസയൊക്കെ ആയിട്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ബാധ്യതകളൊന്നും ഇല്ലാതെ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് ഇഷ്ടപ്പെട്ട രാജ്യത്തേക്കും സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കുക അല്ലെ. ആഗ്രഹിച്ച നല്ലൊരു വീട്, നല്ലൊരു കാറ്, കുറെ പറമ്പ്, സ്വത്ത് സംഭവങ്ങൾ, ഇത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നത്, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് ലോണൊക്കെ അടച്ച് ബാധ്യതയോടും കഷ്ടപ്പാടോടൊക്കെ കൂടിയിട്ട് ജീവിച്ചിട്ട് നമ്മളിങ്ങനെ റിട്ടയർ ആവുന്നു, കഷ്ടപ്പാടോട് കൂടി ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു എന്ന് പറയില്ലേ. അതായത് പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായും പണക്കാരൻ വീണ്ടും കൂടുതൽ പണക്കാരനായിട്ട് മാറുന്നു എന്നുള്ളൊരു പഴഞ്ചൊല്ല് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്നാൽ അതിൽ നിന്നും മാറിയിട്ട് നിങ്ങളൊരു പാവപ്പെട്ടവനായിക്കോട്ടെ, നിങ്ങളൊരു സാധാരണക്കാരനായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ബാധ്യതകളൊക്കെ മാറിയെടുക്കാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ. നിങ്ങളൊരു വളരെ സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ ആളുകൾക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ കാര്യമായിരിക്കും? അല്ല. ഇപ്പോൾ ഒരു വ്യക്തിനെ സംബന്ധിച്ച് അയാളുടെ വീട്ടിൽ കുറേ ബാധ്യതകളും കഷ്ടപ്പാടുണ്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ വീഴാറായിട്ടുള്ളൊരു വീടാണ്. എനിക്കൊരു നല്ലൊരു വീട് വെക്കുക, നല്ലൊരു രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയും. എന്നാലും മറ്റു ചില ആളുകൾക്ക് വീടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് മറ്റു പല കാര്യങ്ങളും ആവശ്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്ന, നിങ്ങൾ തന്നെ നിർവചിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ഫൈനാൻഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ എത്ര രൂപയാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റാണ് ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് നാട്ടിലെ എല്ലാ ആളുകളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് നല്ല പൊസിഷനിലൊക്കെ ഉള്ള ഒരുപാട് നല്ല ജോലിക്കാരെ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ലോകത്തെ എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും കാണാനായിട്ടും സാധിക്കും. ശരിയല്ലേ? നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണം, എങ്ങനെ ഒരു പേഴ്സണൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു വണ്ടി മേടിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളത്തിൽ നിന്ന് എത്ര രൂപ ചെലവാക്കണം, എത്ര രൂപ സേവ് ചെയ്യണം, ഇത്ര രൂപ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള ഏതെങ്കിലും ഒരു കോളേജോ സ്കൂളോ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങി നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് ഒരു 50,000 1 ലക്ഷം രൂപയ്ക്ക് ശമ്പളം കിട്ടുമ്പോൾ ഈ ശമ്പളം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നേരെ മറിച്ച് അവൻ്റെ കയ്യിൽ പെട്ടെന്ന് അവന് ഉപയോഗിക്കാൻ അറിയാത്ത ക്രെഡിറ്റ് കാർഡ് വരുന്നു, അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നു, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നു. പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു ടെർമിനോളജി ഉണ്ട്. അതായത് നമുക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നു, അത് ചെലവാക്കുന്നു, ബാക്കിയുള്ള പൈസ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ മേടിക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ മാസം മുഴുവൻ പണിയെടുത്തിട്ട് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കുന്നു, വീണ്ടും അതേ കാർഡ് കൊണ്ട് നമ്മൾ മേടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറയാം. നമ്മൾ പറയില്ലേ, ബില്ല് അടച്ചു കഴിഞ്ഞാൽ ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേക്കും ശമ്പളം മുഴുവൻ തീർന്നു, പിന്നത്തെ ഒരു 15 ദിവസം ക്രെഡിറ്റ് കാർഡുമാണ് ഓടുന്നത്. ആ 15 ദിവസത്തെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടക്കലാണ് അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ പരിപാടി അല്ലെ. ഇതിൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾ ഭൂരിഭാഗം ആളുകളും പറയും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഒരു പ്ലാനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കുറവാണെങ്കിൽ പോലും ആ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പൈസ മാറ്റി വെച്ചിട്ട് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇവിടെ ഉണ്ട്. അതായത് നിങ്ങൾ കുറേ കാലത്തേക്ക് ഇത് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ വലിയൊരു പൈസയായിട്ട് മാറും. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു മാസം 500 രൂപയെ മാറ്റി വയ്ക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് രൂപയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി രാജകൊട്ടാരത്തിന്റെ മുൻപിൽ കൂടെ പോകാനിടയിൽ. അപ്പൊ രാജാവ് ഇരുന്ന് ചെസ് കളിക്കുന്നുണ്ട്. അപ്പൊ രാജാവിന് അന്ന് കൂടെ കളിക്കാനായിട്ട് ആരും കിട്ടിയില്ലടാ. അപ്പൊ രാജാവ് ഇയാളോട് പറഞ്ഞു, എന്റെ കൂടെ ചെസ് കളിക്കാൻ കൂടുന്നുണ്ടോ, ജയിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും സമ്മാനമൊക്കെ തരാം.
അപ്പോൾ ഇവൻ പോയി. ഇവൻ അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള പയ്യനാണ്. സാധാരണ വീട്ടത്തെ ആണെങ്കിലും അത്യാവശ്യം കാര്യപ്രാപ്തിയുള്ള ആളാണെന്ന് പറയില്ലേ. അപ്പോൾ ഇവൻ പോകുന്നു, ചെസ് കളിക്കാനിരിക്കുന്നു. അപ്പോൾ ഇവൻ രാജാവിനോട് ചോദിക്കുന്നുണ്ട്, രാജാവേ, ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സമ്മാനമായിട്ട് തരും എന്ന് പറയും. അപ്പോൾ രാജാവ് ചോദിക്കും, നിനക്ക് എന്ത് വേണം, നിനക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ എന്ന് പറയും. അപ്പോൾ ഇവൻ ഒരു പിടി അരി ഇവൻ്റെ കയ്യിലുണ്ട്, ബാഗിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പിടി അരി എടുത്തിട്ട് ഇവൻ ഒന്നാമത്തെ കളത്തിൽ വെക്കും. ചെസ് ബോർഡിൻ്റെ കളങ്ങൾ കണ്ടിട്ടില്ലേ, കുറേ കളങ്ങൾ ഇങ്ങനെ ഉണ്ട്. അല്ല, ഒന്നാമത്തെ കളത്തിൽ ഒരു പിടി അരി വെച്ചിട്ട് ഇവൻ പറയും, ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പിടി അരിയും നിങ്ങൾ അടുത്ത കോളത്തിലേക്ക് പോകുമ്പോൾ ഡബിളാക്കി തന്നാൽ മതി. അതായത് ആദ്യത്തെ കോളത്തിൽ ഒരു പിടി അരി, അത് ജയിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോളത്തിലേക്ക് രണ്ട് പിടി അരിയായിട്ട് മാറുന്നു. അപ്പോൾ രാജാവ് സമ്മതിക്കൂട്ടാ. രാജാവ് പറയും, ഒരു പിടി അരിയല്ലടാ, അത് ഡബിളാക്കി തരില്ലേ വേണ്ടു, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ചെസ് കളിക്കുന്നു. ചെസ് കളിയിൽ രാജാവ് ഭംഗിയായിട്ട് തോൽക്കുന്നു. അപ്പോൾ ഇവന് ഇതേ രീതിയിൽ അളന്ന് അരി കൊടുത്തോളാനായിട്ട് രാജാവ് ഉത്തരവിടുന്നു. രാജാവ് നോക്കുമ്പോൾ മാക്സിമം ചിലപ്പോൾ 1-2 ചാക്ക് അരി കൊടുക്കേണ്ടി വരും. പക്ഷേ ചെസ് കളിയുടെ ബോർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറേ കളങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഓരോ കളങ്ങളിലും ഇത് വെച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതിൻ്റെ പവർ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതായത് ഒരു പകുതി മുക്കാലാകുമ്പോഴത്തേക്കും രാജാവിൻ്റെ രാജ്യത്തിലെ നെല്ല് മുഴുവൻ തീർന്നു. ഇനി അയൽ രാജ്യത്ത് നിന്ന് കടമെടുത്ത് അല്ലെങ്കിൽ അവരുടെ നിന്ന് ലോണ് മേടിച്ചിട്ട് അരി മേടിച്ചിട്ട് ഇവന് കൊടുക്കേണ്ട സ്ഥിതിയായി. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നൊരു 500 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ശമ്പളത്തിൽ നിന്ന് 500 1000 രൂപയോ മാറ്റാൻ പറ്റാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഒരു 20 to 35 വയസ്സ് പ്രായത്തിനുള്ള ആളുകളാണ്. ഇപ്പം നിങ്ങൾക്കൊരു 25 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾക്ക് അടുത്തൊരു 25-30 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് മാസം ഒരു 1000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കത് എത്ര വരും എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട. ഒരു കാൽക്കുലേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കും ചെയ്യാട്ടോ. നമ്മൾ ഗൂഗിൾ എടുക്കുക, അതിനകത്ത് പോയിട്ട് സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് അടിച്ചു നോക്കാം. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കോൺസെപ്റ്റാണ് കേട്ടോ. സാധാരണ പലരും SIP ചെയ്യുക എന്നുള്ളത് പലരും കേട്ടിട്ടുണ്ടോ. അതായത് മാസം ഒരു നിശ്ചിത amount, ഞാൻ ഈ പറഞ്ഞ പോലെ 500 രൂപ 1000 രൂപ മാസം വയ്ക്കുക, കുറി വയ്ക്കുന്ന പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് SIP എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമ്മൾ ഈ മാസം അല്ലെങ്കിൽ ഈ കൊല്ലം നമ്മൾ മാസം 1000 രൂപയാണ് വെക്കുന്നത്. നമ്മൾ പക്ഷേ അടുത്ത കൊല്ലം നമുക്ക് ശമ്പളം കൂടും, ശരിയല്ലേ. നമുക്ക് ഈ വർഷം നമുക്ക് 25,000 രൂപയാണ് ശമ്പളം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ അത് 30,000 രൂപയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000 രൂപ എന്നുള്ളത് അതിൻ്റെ ഒരു 10% നമ്മൾ ഇൻക്രീസ് ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു 20% മേലെ ശമ്പളം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം. 10% എന്ന് പറയുമ്പോൾ 1100 രൂപ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ വയ്ക്കും. പിറ്റത്തെ കൊല്ലം 1100ൻ്റെ 10% കൂട്ടണം. അപ്പോൾ എല്ലാ വർഷവും 10% കൂട്ടുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് SIP ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോകുന്നു, സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്റർ എന്ന് അടിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വരുന്നു. അതിനകത്ത് നമ്മൾ ബേസിക്കലി നോക്കാനായിട്ടുള്ള, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമല്ലോ, നമ്മൾ ബേസിക്കലി നോക്കാനായിട്ട് ഗ്രോ എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ആ സംഭവം ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമ്മുടെ മുകളിൽ എമൗണ്ട് വരും. നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം. നമ്മൾ 1000 രൂപയാക്കുന്നു. ആനുവൽ സ്റ്റെപ്പ് അപ്പ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, 10%. 1000 എന്നുള്ളത് പിറ്റത്തെ കൊല്ലം 1100 നമ്മൾ പറഞ്ഞല്ലോ. എക്സ്പെക്റ്റഡ് റിട്ടേൺ മിനിമം നമ്മളൊരു ലോങ് ടേമിലേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 to 15% റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 15 ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ 15% റിട്ടേൺ ചോദിക്കുന്നു. എത്ര വർഷത്തേക്കാണ്? അപ്പോൾ നിങ്ങൾക്കൊരു 25 വയസ്സായി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 30 വയസ്സായി. അപ്പോൾ നിങ്ങൾക്കൊരു 50 വയസ്സ് 55 വയസ്സ് വരെ വെക്കാം. അതായത് അടുത്തൊരു 25 വർഷത്തേക്ക് നിങ്ങൾക്കിത് വെക്കാനായിട്ട് സാധിക്കും. ഇടുന്നു 25 കൊല്ലം. അപ്പോൾ നമ്മൾ 25 കൊല്ലം കൊണ്ട് നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? മാസം 1000 1100 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കൂടി പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ 25 കൊല്ലം കൊണ്ട് 11,80,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 11,80,000 രൂപ കേട്ടോ. നമുക്ക് എത്ര രൂപ കിട്ടും 25 കൊല്ലം കഴിയുമ്പോൾ? നമുക്ക് കിട്ടാൻ പോകുന്നതാണ് 57,95,000 രൂപ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ആകെ 20 വയസ്സായിട്ടൊരു പയ്യനാണ്, അല്ലെങ്കിൽ 20 വയസ്സ് 25 വയസ്സിനുള്ളതാണ്. നിങ്ങൾക്ക് 25 വർഷത്തിന് പകരം 30 വർഷം വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസ എത്രത്തോളം മാറുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 25 മാറ്റിയിട്ട് നമ്മൾ നേരെ 30 വർഷത്തേക്ക് ഇതാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിലപ്പോൾ 55 വയസ്സായിട്ടുണ്ടാവും. ഒരു 20 വയസ്സോ 25 വയസ്സാണെങ്കിൽ 55-60 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.28 crores ആണ്. നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? 19 ലക്ഷം രൂപയാണ് നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വർഷം കൂടുന്തോറും നിങ്ങൾ
ഇറക്കുന്ന പൈസയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്നത് കേട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു പൈസ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കല്യാണം, ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 5-6 കൊല്ലം കഴിയുമ്പോൾ കല്യാണം കഴിച്ച് മക്കളായി അവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അവരുടെ കല്യാണം കഴിക്കാനുള്ള പൈസ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വലിയൊരു കാറ് മേടിക്കണം, വീട് വെക്കണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഭാവിയിലുള്ള ആവശ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ ട്രസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ ബാങ്കിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പലിശ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഒരു 6.5-7% മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഷുവറായിട്ടും നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15% എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു പോയിൻ്റാണ് കേട്ടോ, കടങ്ങൾ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കടങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ EMI ആയിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മന്ത്ലി നമ്മളൊരു 2000-3000 രൂപ നമ്മുടെ സാലറിയിൽ നിന്ന് കൺസിസ്റ്റൻ്റായിട്ട് EMI പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു 5 കൊല്ലത്തേക്ക് അത് വെക്കണം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു സംഭവം, നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് മാസം ഒരു 5000 രൂപ, ഒരു 10000 രൂപ നിങ്ങൾക്ക് ബാക്കി വരാറുണ്ട്. അത് നമ്മളെന്തെങ്കിലും പൊതുവെ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കാറാണ് പതിവ് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ നിങ്ങൾ 2-3 മാസം എടുത്തു വെച്ചിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ 15000-20000 രൂപ നിങ്ങൾ കൊണ്ടുപോയിട്ട് ലോണിൽ പറയാണ്, ചേട്ടാ ബാങ്കിൽ പോയിട്ട് നമ്മൾ പറയുന്നു, ചേട്ടാ എൻ്റെ ഒരു പേഴ്സണൽ ലോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാർ ലോൺ ഉണ്ടല്ലോ, ആ ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ഈ ഒരു 20000 രൂപ അടയ്ക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ സാധിക്കുകയും അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ഒന്നെങ്കിൽ EMIയുടെ എമൗണ്ട് കുറയും, അല്ലെങ്കിൽ EMIയുടെ പീരീഡ് കുറഞ്ഞ് കിട്ടും. അതായത് നിങ്ങൾ അടുത്ത 5 കൊല്ലം കൊണ്ട് അടയ്ക്കേണ്ട ലോണ് 60 മാസം എന്നുള്ളത് മാറിയിട്ട് ചിലപ്പോൾ 54-55 മാസം അടച്ചാൽ മതിയോ. അതായത് 4-5 മാസത്തെ പലിശ അല്ലെങ്കിൽ പൈസ നമ്മൾ അടയ്ക്കുന്നത് നമ്മൾ നേരത്തെ. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിൽ ഒരുപാട് പൈസ ഇത്തരത്തിൽ ലാഭിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ലോണിലേക്ക് അടച്ച് തീർക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ബാധ്യതകൾ വേഗം തീർക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പൊതുവേ നിങ്ങളൊരു ബിസിനസ്സുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് എത്ര പൈസ നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതിലല്ല കാര്യം കേട്ടോ. നമ്മൾ ആ കിട്ടുന്ന പൈസ നമുക്ക് എത്ര ഭംഗിയായിട്ട് അല്ലെങ്കിൽ എത്ര ബുദ്ധിപൂർവ്വം നമ്മൾ ആ പൈസ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലോട്ടറി സിസ്റ്റം ഉണ്ടല്ലേ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് 100 രൂപയ്ക്ക് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഡെയിലി ലോട്ടറി എടുക്കുന്ന ആളുകളെ പോലെ 2500 രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ടായിരിക്കാം. പോട്ടെ, നമ്മളൊരു മാസം 2000 രൂപ കണക്കാക്കുന്നു. നമ്മൾ നേരത്തെ 1000 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 50-60 ലക്ഷം രൂപ നമുക്ക് കഴിഞ്ഞ 10-15-20 കൊല്ലം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ലോട്ടറി എടുത്തിട്ട് എത്ര പേര് പൈസക്കാരായി മാറിയിട്ടുണ്ട്? ഒരുപാട് പേർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് അല്ലേ. ഡെയിലി 1 കോടി 2 കോടിയൊക്കെ ലോട്ടറി അടിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, ശരിയല്ലേ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ പൈസ കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും, ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമ്മുടെ നാട്ടിൽ 250-300 കോടീശ്വരന്മാരുണ്ടാകുന്നുണ്ട്. ഇവരെല്ലാവരും ബിസിനസ്സൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ കാലഘട്ടമായിട്ട് നമ്മുടെ നാട്ടിൽ ലോട്ടറി സിസ്റ്റം ഉണ്ട്. അപ്പോൾ എത്രയോ ആളുകൾ കോടീശ്വരന്മാരാണ്. നമ്മുടെ നാടിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു. പക്ഷേ ഈ കിട്ടുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ ലോട്ടറി അടിക്കുന്ന മിക്ക ആളുകളും, അതിൽ 90-95% ആളുകളും അടുത്തൊരു 3-5 വർഷത്തിനുള്ളിൽ ഈ പൈസ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ലോട്ടറി അടിക്കണമെന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ലോട്ടറി എടുക്കാൻ നടക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടിയോ അല്ലെങ്കിൽ 10000 രൂപ കിട്ടിയോ എന്നുള്ളതിലല്ല കാര്യം. ആ കിട്ടുന്ന പൈസ നമ്മളെങ്ങനെ വ്യക്തമായി അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്ലാനോട് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇനി ഇതിന് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയൊരു ഐഡിയ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചിലവാകാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അല്ലേ. അപ്പം നമുക്ക് നല്ല ഫുഡ് മേടിക്കാം, ഡ്രസ്സ് മേടിക്കാം, സാധനങ്ങൾ മേടിക്കാം, യാത്ര പോകാം, മൊബൈൽ മാറ്റാം, ക്യാമറ മാറ്റാം, അങ്ങനെ നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല. ഓട്ടക്കൈയാണെന്നുള്ള ഒരു പഴഞ്ചൊല്ലി നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ. നമ്മൾ അവൻ്റെ കൈ ഓട്ടക്കൈ, അവൻ്റെ എത്ര കിട്ടിയാലും പെട്ടെന്ന് ചിലവായി പോകുമെന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ മെൻറ്റാലിറ്റിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ആക്കുന്നത് എൻ്റെ വൈഫാണ്.
കാരണം നമുക്ക് തലവേദനകളൊന്നുമില്ല. വൈഫിനോട് ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്, നീ ഈ പൈസ എങ്ങനെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം നമ്മൾ കുടുംബത്തിൻ്റെ കാര്യം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അവർ ഭയങ്കര ഉത്തരവാദിത്തപരമായി ചെയ്യും. നമ്മളെക്കാൾ കൂടുതൽ പൈസയുടെ കാര്യത്തിൽ കൺട്രോളും കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇതിന് മുടക്കൊന്നും വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരൊക്കെ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ SIPയുടെ കാൽക്കുലേഷനിൽ അത് 15, 20, 25 വർഷം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പൈസ മാറുന്നുണ്ട്, ശരിയല്ല? പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനുകൾ വരും. ആ സിറ്റുവേഷനുകളൊന്നും നമ്മളിത് പോയിട്ട് പൊളിച്ച് ആ പൈസ എടുക്കാത്ത രീതിയിൽ മറ്റു പൈസ കൊണ്ട് നമ്മുടെ മറ്റു വരുമാനം കൊണ്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ, അല്ലെങ്കിൽ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ സഹായം നേടുന്നതും, അല്ലെങ്കിൽ അവരോട് ഒരു ഐഡിയ ചോദിക്കുന്നതും പ്ലാൻ ചോദിക്കുന്നതും, അങ്ങനെ കുറച്ച് പൈസ ഗോൾഡ് മേടിച്ച് വയ്ക്കുക, കുറച്ച് പൈസ സ്ഥലം മേടിച്ച് വയ്ക്കുക, കുറച്ച് പൈസ ഇങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് പൈസ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്നുള്ളത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശമ്പളത്തിൻ്റെ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് കരുതുക. നിങ്ങളുടെ ഒരു 3 to 6 month സാലറി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു എമർജൻസി ഫണ്ടായിട്ട് ഒന്നെങ്കിൽ ക്യാഷായിട്ട് അല്ലെങ്കിൽ ഗോൾഡായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സ്ഥലം മേടിച്ചിടോ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലിക്വിഡ് ക്യാഷ് എന്ന് തന്നെ പറയാം. ഒന്നെങ്കിൽ സ്വർണ്ണം അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ബാങ്കിൽ. സ്വർണ്ണം മേടിച്ചിരിക്കുന്നതുകൊണ്ട് വിരോധമാണ്, നമുക്ക് എപ്പോൾ കൊടുത്താലും സ്വർണ്ണം നമുക്ക് വിൽക്കാനും പൈസയാക്കി മാറ്റാനും കഴിയുന്നതുകൊണ്ട് അത്തരത്തിൽ ചെയ്താലും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു 3 to 6 month ഓഫ് നിങ്ങളുടെ സാലറി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു എക്സ്ട്രാ സേവിങ് ആയിട്ട് ഉണ്ടാവണം. കാരണം എന്താണെന്നറിയോ, നമ്മളെല്ലാവരും ശമ്പളത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ മറ്റുള്ള ആരുടെയും കാല് പിടിച്ചിട്ട് അവരെ പിന്നാലെ കുറച്ച് പൈസ കടന്നേരൊന്നും ചോദിച്ചിട്ട് ബുദ്ധിമുട്ടാതെ ജീവിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ എത്ര ശതമാനം കാര്യങ്ങൾക്ക് മാറ്റി വെക്കണം, എത്ര ശതമാനം സേവ് ചെയ്യണം, എത്ര ശതമാനം ഇന്ന കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം രൂപയിൽ 50,000 രൂപ നിങ്ങൾക്ക് മൊത്തം ചിലവിനായിട്ട് മാറ്റി വയ്ക്കാം. അതായത് നിങ്ങളുടെ വീട്ടു ചിലവ്, വണ്ടിയുടെ പെട്രോൾ, ഡ്രസ്സ് വാങ്ങൽ, ബാക്കി കാര്യങ്ങൾ, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കൽ, പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 50%, അതായത് ഏകദേശം 50,000 രൂപ നിങ്ങൾക്ക് ചിലവിനായിട്ട് മാറ്റി വയ്ക്കാം. 20%, അതായത് 20,000 റുപ്പീസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സേവിങ്സ് ആയിട്ട് കമ്പൽസറി ആയിട്ട് മാറ്റി വെക്കണം. ഈ 20% എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടാൻ സാധിക്കുമോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഏറ്റവും മിനിമം നിങ്ങൾക്ക് വേറെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 20% സേവിങ് ആയിട്ട് മാറ്റി വെക്കണം. ബാക്കി 30% നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബാക്കി 30% നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഒരു ലിഷ്യർ എൻജോയ്മെൻറ്റ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകുന്നു, ട്രിപ്പ് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ വർഷത്തിലൊരു ദിവസം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ വേറൊരു രാജ്യം കാണാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികൾക്ക് പോകുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ മെൻ്റൽ ഹെൽത്തിന്, അതായത് നമ്മൾ ഒരുപാട് പൈസ മാത്രം സമ്പാദിച്ചിട്ട് നമുക്ക് വയസ്സാകുമ്പോൾ കുറേ കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അല്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമ്മളെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനുള്ള കുറേ ഓർമ്മകൾ ഉണ്ടാവണം, അല്ലേ? നമുക്ക് മെൻ്റലി സന്തോഷമില്ല, പക്ഷേ ബാങ്കിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. പക്ഷേ മെൻ്റലി സന്തോഷമുണ്ട് എന്നാൽ പൈസ ഇല്ലെങ്കിലോ അപ്പോഴും കാര്യമില്ല. അവർ രണ്ടിൻ്റെയും കൂടിയിട്ടൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു മൊത്തത്തിൽ സ്മൂത്തായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ വർഷത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചാൽ വർഷത്തിൽ 1-2 രാജ്യങ്ങൾ നമ്മൾ കാണാൻ പോകണം, സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ട്രിപ്പ് പോകണം, ട്രാവൽ ചെയ്യണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം. എന്നാൽ വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് സേവിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു എത്ര ശമ്പളമുള്ള ആളായിക്കോട്ടെ ഈ ഒരു പെർസെൻറ്റേജിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരാനും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവാനും സാധിക്കും കേട്ടോ. നിങ്ങളിത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് നോക്ക്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിളായിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ പേഴ്സണലി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഷെയർ ചെയ്യണം. കുറച്ച് വലിയ മെസ്സേജ് ആയാലും കുഴപ്പമില്ല. കാരണം ഒരുപാട് പേര് കമൻറ്റ് വായിച്ചിട്ട് മറ്റുള്ള ആളുകളുടെ കമൻറ്റ് വായിച്ചിട്ട് ഇൻസ്പയർ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.